പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ലഭിച്ച വീട് നിർമ്മിക്കാൻ 50 മീറ്റർ അകലേക്ക് മണ്ണ് മാറ്റിയിട്ടതിന് വയോധികർക്ക് ജിയോളജി വകുപ്പിന്റെ പിഴ. കാസർഗോഡ് ബളാൽ കുളത്തുങ്കാൽ സ്വദേശി തങ്കമണിക്കാണ് ജിയോളജി വകുപ്പ് 1 ലക്ഷം രൂപ പിഴയിട്ടത്. പിഴയടക്കാൻ നിവൃത്തിയില്ലെന്ന് തങ്കമണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജിയോളജി വകുപ്പിന്റേത് ക്രൂരതയാണെന്ന് ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയവും പറയുകയാണ്. അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം. അർച്ചന രവീന്ദ്രൻ, ഗുഡ് ഈവനിംഗ്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ലഭിച്ച വീട് നിർമ്മിക്കുന്നതിന് ഒരു 50 മീറ്റർ മണ്ണ് മാറ്റിയിട്ടതിനാണോ ജിയോളജി വകുപ്പിന്റെ പിഴ വന്നിരിക്കുന്നത്? ഇവരുടെ ഒരു ബുദ്ധിമുട്ടും ഇതൊന്നും കാണാതെയാണോ ഈ പിഴ ചുമത്താനായി ഇറങ്ങി പുറപ്പെട്ടത്? സുജിയ, അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. പ്രധാനമന്ത്രി ആവാസ് യോജനയിലാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിനൊരു വീട് ലഭിക്കുക. എന്നാൽ വീട് ഇപ്പോൾ പൂർത്തീകരിക്കാൻ, ഈ പണി പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അത്തരത്തിൽ ജിയോളജി വകുപ്പ് വന്ന് ഈ ഒരു മണ്ണ് മാറ്റിയിട്ടു എന്ന പേരിൽ ഇവർക്കൊരു പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ പിഴ ഈടാക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നതെന്നാണ് ഇവിടെയുള്ള വീട്ടുകാരടക്കം നമ്മളോട് പറയുന്നതെന്നാണ്. ചേച്ചി, എന്താ സംഭവം? ഈ നോട്ടീസ് കിട്ടിട്ടാകുമ്പോൾ നമുക്ക് അറിയുന്നത് ഈ പിന്നെ ഇങ്ങനെ മണ്ണെടുത്തതിനെ പറ്റി ഇതുണ്ട്. അവിടുന്ന് പോകാൻ പറഞ്ഞു, 27-ന് പോകാൻ പറഞ്ഞു. പോയി 27-നും 17-നും നിങ്ങൾ എവിടേക്കാണ് മണ്ണ് മാറ്റിയിട്ടത്? ഈ തൊട്ടടുത്ത പറമ്പിലേക്ക്. അവരൊന്നും പറയുന്നില്ല. അവർക്ക് സമ്മതമാണ് ഇത് അങ്ങോട്ട് ഇടാൻ. ഇത്രയല്ലല്ലോ 8 സെന്റ് സ്ഥലം. ആ സ്ഥലത്തിൽ വീടെടുക്കേണ്ടതിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അത് ആ മണ്ണ് അപ്പുറം ഇട്ടു. അവർക്ക് ഒരു പരാതിയില്ല. ഇത് ആർക്ക് പരാതിയെന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എൻ്റെ ഭർത്താവും. എന്താ ചെയ്യുന്നത്? ഞാൻ ഹോട്ടലിൽ തട്ടുകട. പിന്നെ ഭർത്താവിന് കണ്ണ് കാണുന്നില്ല. പിന്നെ ഒന്നും പണിയെടുക്കാൻ പറ്റില്ല. 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് 50,000 ലാസ്റ്റ് നമ്മൾ രാവിലെ പോയി നിന്ന് വൈകുന്നേരം വരെ അവിടെ നിന്ന് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെയാണെങ്കിലും അറിഞ്ഞിട്ട് അവസാനം 49 50-ന്ന് കുറച്ച് അങ്ങനെ 50-49 ആയിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ കണക്ക്. അതാടെ അറിയുമോ അവർക്ക്? നമുക്ക് വിഷമം കൊണ്ടൊന്നും പറഞ്ഞില്ല. ഇല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പൈസ എനിക്ക് തരാനില്ല, അതുകൊണ്ട് ജയിലിലാന്ന് ഞാൻ കിടന്നിട്ട് ഞാൻ തീർത്തോളൂ എന്ന് പറഞ്ഞു. ആ വകുപ്പൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് തീർക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിഷമാവും, അങ്ങനെ പറഞ്ഞതുകൊണ്ട് 3 മാസം അവധി അവർ അവധി തന്നു. അതായത് അർച്ചന, ഇപ്പോൾ 49,000 രൂപ അടയ്ക്കണം, 3 മാസം കൊണ്ട് അടയ്ക്കണം. അതാണ് നിലവിലെ അവസ്ഥയല്ലേ? സുജി, അത് തന്നെയാണ്. 49,000 രൂപ നിലവിൽ അടയ്ക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വീടിന്റെ ഏകദേശം ജസ്റ്റ് ഒരു മീറ്ററുകൾ അപ്പുറത്ത് മാത്രമാണ് ഇവർ, ഈ ഒരു പറമ്പിലേക്ക് മാത്രമാണ് ഇവർ ഈ ഒരു മണ്ണ് ഇട്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതായത് അത്ര വലിയ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മണ്ണെടുപ്പോ നടന്നിട്ടില്ല. എന്നാൽ ചെറിയൊരു മണ്ണെടുപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു വീട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ആകെ 8 സെന്റിൽ നിർമ്മിച്ച ഒരു വീടാണ്. ആ വീടിന്റെ പണി ഇതുവരെയും പൂർത്തിയായിട്ടുമില്ല. എന്നാൽ ഈ പൂർത്തിയാകാത്ത ഈ ഒരു വീടിനോട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജിയോളജി വകുപ്പ് ഇവർക്ക് 1 ലക്ഷം രൂപ, ക്ഷമിക്കണം, ഇപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് 50,000 രൂപ ഇപ്പോൾ പിഴ ഈടാക്കിയിരിക്കുന്നത്. എന്തായാലും ആ പിഴ കുളത്തുങ്കാൽ സ്വദേശി അടയ്ക്കണം എന്നുള്ളത് തന്നെയാണ് ജിയോളജി വകുപ്പ് പറയുന്നത്. പിഴ അടയ്ക്കാൻ തങ്ങൾക്ക് നിവൃത്തിയില്ല എന്നവർ പറയുന്നുമുണ്ട്. വീട് പണിയാണെങ്കിൽ പൂർത്തിയായിട്ടുമില്ല. നമ്മൾ അവിടുത്തെ ദൃശ്യങ്ങളും കണ്ടല്ലോ.